ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാൻ പോവുകയാണേ. ചോറിനും കാപ്പിക്കും എല്ലാം കൂടെ കണക്കാക്കിയാണ് ഞാൻ ഈ കറി വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സവാള, 3 ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാനൊന്ന് അരിഞ്ഞ് കഴുകി കൊണ്ടുവരട്ടെ. ഇതാ നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കടുവറുത്ത് ഒന്ന് ഗ്യാസിലോട്ട് വയ്ക്കട്ടെ. പക്ഷേ നമ്മൾ കടുവറുക്കുന്നത് ചീനച്ചട്ടിയിലല്ല, ഒരു കുക്കറിൽ ഒന്ന് വെളിച്ചെണ്ണയും കടുകും മുളകും കൂടെ ഇട്ടൊന്ന് കടുവറുത്ത് ഇതും കൂടെ തട്ടിയിട്ട് അല്പം ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കാൻ വേണ്ടി വയ്ക്കുക. ഓക്കെ, ഇതാ കടുക് വറുത്ത ഇട്ടിട്ടുണ്ട്. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇത്രയും ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനൊന്ന് അടച്ചിടുവാണ്. അടച്ചിട്ടൊരു 2 വിസിൽ കേൾക്കട്ടെ. ഇതാ ഞാൻ ഗ്യാസിൽ നിന്ന് കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇതാ നല്ലവണ്ണം വെന്ത് എല്ലാം റെഡി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അല്പം കൂട്ടും കൂടെ അത് എന്താണെന്നുള്ളത് പറയാം. തേങ്ങയൊന്നും അരയ്ക്കേണ്ട, അല്ല സാധാരണ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരു കൂട്ടുണ്ടാക്കി ഇതിലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്ക് അടിപൊളി ഉരുളക്കിഴങ്ങ് റെഡിയാവും. ഞാനതൊന്ന് ചെയ്യട്ടെ. ഇതാ നല്ലവണ്ണം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ നിന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാകണ്ട അടിപൊളി നല്ല വെന്ത് നല്ല ഗ്രേവി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് കാപ്പിയുടെ കൂടെ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും എടുക്കാം. സിമ്പിളാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരും ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യണേ.